ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മലയാള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിയുടെ കടയിൽ ഒരു ചേട്ടൻ ചായ കുടിക്കാൻ വന്നു. ലക്ഷ്മി ചേച്ചി ചായ കൊടുത്തു. അപ്പോൾ ഭൂമി ഇല്ലേന്ന് ചോദിച്ചു. ഭൂമി വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞു ലക്ഷ്മി ചേച്ചി. എന്താന്ന് ചോദിക്കുമ്പോൾ ആ ചായയുടെ കൂട്ടത്ര ശരിയായില്ലെന്ന് പറയാം. അപ്പോൾ ആ ചേച്ചി വേറെ എടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക. തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഭൂമി വന്നു. എന്താ സാറേ എന്ന് ചോദിച്ചു. ചായ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. ഭൂമി അന്നേരം തന്നെ ചായ എടുത്തു കൊടുത്തു. അപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ ചേച്ചി തന്നെയല്ലേ ചായയൊക്കെ കൊടുത്തോണ്ട് ഇപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചായ ഒന്നും എടുത്തിട്ട് ശരിയാകുന്നില്ല മോളെ എന്ന് പറയാം. അപ്പോൾ ഇതൊന്നുമല്ല, ഭൂമി ഇല്ലാതെ ഞാൻ ചായ അടിച്ചാൽ നന്നാവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ചായ അടിക്കുന്നത് അതാണ് കാര്യമെന്ന് ഭൂമി പറയുക. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഭൂമി പോകുന്നില്ലെന്ന് പറഞ്ഞു. സത്യമാണോ മോളെ? അതേ ചേച്ചി പോകുന്നില്ലെന്നേ. അപ്പോഴത്തേക്കും ചേച്ചി കെട്ടിപ്പിടിക്കുക ഭൂമിയെ. പിന്നെയും നാളെ വീട്ടിലൊരു വിരുന്ന് നടക്കണുണ്ട്, അതൊക്കെ വിശദമായിട്ട് പറയാവുന്നു ഭൂമി. അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കണക്കിന് അച്ചുവേട്ടനെയും അതുപോലെ തന്നെ അംബികയാണ്. അവർ രണ്ടുപേരും നാളെ വരുന്നവരെ പറ്റിയുള്ള ചർച്ചയിലാണ്. വരുന്നവരൊക്കെ ഈ വീട് കണ്ട അവർ മടങ്ങി പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ അംബിക ചോദിക്കും കേട്ടോ. അപ്പോൾ ഭൂമി അവർക്ക് വലിയ കാര്യം, അതായത് സൗഭാഗ്യപുരത്തുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർ വരണം. അപ്പോൾ അച്ചുവേട്ടാ, അതെ ഭൂമി സൗഭാഗ്യപുരത്ത് പോയിട്ട് വന്നിട്ട് പറഞ്ഞില്ലേ ആ വീട് നേരത്തെ കണ്ട പോലെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ വെറുതെ തോന്നിയതാകുമെന്ന് അച്ചുവേട്ടൻ അന്നേരം പറയുക. ആ വീടുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധം അതൊക്കെ നാളെ നീ അറിയുമെന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറയാൻ വന്നത് നാളത്തെ വിരുന്നിന് നമ്മുടെ ഒരു കലാപരിപാടി വേണമെന്നാണ്. അപ്പോൾ എന്ത് കലാപരിപാടി? അപ്പോൾ ശീലാവതി നാടകത്തിൻ്റെ ക്ലൈമാക്സ് ഞാൻ കണ്ട് കൈയടിച്ച ആ ഭാഗം അത് വേണം. തന്നെ കെട്ടാനുള്ള കാരണം മോൾ എന്നും പറയുന്നതല്ലേ ആ ഭാഗം അംബികയെന്ന് അഭിനയിച്ച് കാണണമെന്ന്, അത് താൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ ചേട്ടാ, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആവാമെന്ന് പറഞ്ഞപ്പം പിന്നീടപ്പം അതെപ്പോഴാ ചോദിച്ചത് ദേഷ്യപ്പെട്ട് നിൽക്കുക കേട്ടോ. നാളെ കഴിഞ്ഞാൽ ഭൂമി നമ്മുടെ ആരും അല്ല എന്നുള്ള കാര്യം അച്ചുവേട്ടൻ അംബികയോട് പറയാം. അതുകൊണ്ട് നാളെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവസാന അഭിനയമായിരിക്കും അതല്ലേ. കൂടെ ആരാ? അപ്പോൾ ഞാനല്ലേ നിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു തന്നാൽ മതി എങ്ങനെ അഭിനയിക്കണമെന്ന്, ഞാൻ ചെയ്തോളാം എന്ന് അച്ചുവേട്ടൻ അംബികയോട് പറയുമ്പം ശീലാവതി നാടകത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല അച്ചുവേട്ടാന്ന് പറഞ്ഞപ്പം നീ ഒന്ന് ആലോചിച്ചത് കുറിച്ച് വെക്ക്, ഞാൻ രണ്ടു റിഹേഴ്സലെങ്കിലും വേണം, സംഗതി ഗംഭീരമാവണം കേട്ടോ. പിന്നെ മോളൊന്നും കഴിക്കാതെ പോയതെന്ന് പറഞ്ഞപ്പം എടി പോയത് കോഫി ഹൗസിലേക്കല്ലേ, അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവളോ അവിടുന്ന് കഴിക്കാൻ പൊടിഞ്ഞു വീണതുകൂടി കഴിക്കുകയല്ല, അത്രയ്ക്ക് പിശിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക അകത്തേക്ക് ഏറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ഭൂമി അവിടെ ചെന്നു പോലീസുകാരോട് എല്ലാവരോടും പോകാത്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ നാളത്തെ ചടങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഭൂമി പറയാം. പിന്നെ അജയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നാളത്തെ ആ ഒരു SI സാറിനോട് ആദ്യം ചെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അജയുടെ അടുത്തേക്ക് ചെന്നു. അജയുടെ അടുത്ത് ചെന്നിട്ട് അജയോട് നാളത്തെ ഫംഗ്ഷൻ്റെ കാര്യം പറയാം. താൻ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പോയി കിട്ടിയെന്നുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു സാറെന്ന് ഭൂമി എന്തായാലും ചോദിക്കാം കേട്ടോ. നല്ല ടെൻഷനോടെ ജോലി ഇരിക്കുന്ന ആളിന് സന്തോഷമൊന്നും വേണ്ടെന്ന് ചോദിച്ചു. സോറി സാർ, സാറിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയാതെ പോയി എന്ന് ഭൂമി പറയാം. പിന്നെ നാളെ എൻ്റെ വീട്ടിലെ ഒരു വിരുന്ന് സൽക്കാരം നടക്കുന്നുണ്ട്, അച്ഛന് വേണ്ടിയാ, ഫാദേഴ്സ് ഡേ. അപ്പോൾ ഫാദേഴ്സ് ഡേയോ? അത് ഇപ്പോഴൊന്നും അല്ലല്ലോ. സായിപ്പ് ഉണ്ടാക്കിയ സിസ്റ്റം അതുപോലെ നമ്മളെന്തിനാ ഫോളോ ചെയ്യുന്നേ? സായിപ്പും ഭൂമി തന്നെയാണ്, പക്ഷേ ഈ ഭൂമി സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആണോ? അച്ഛൻ്റെ അച്ചുതണ്ടിൽ. സാറ് വരില്ലേന്ന് ചോദിക്കുമ്പം നോക്കാം, വരാം. എപ്പോഴാ സമയം? അത് പിന്നെ ടൈം ഞാൻ മെസ്സേജ് ചെയ്തോളാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അതെ സർ, പിന്നെ ഞാൻ എന്തിനാ നാട്ടിലേക്ക് മടങ്ങണ്ടെന്ന് തീരുമാനിച്ചതെന്ന് സാറിന് അറിയാവൂന്ന് ചോദിച്ചു. സാറിൻ്റെ നിശ്ചയവും കല്യാണവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ഭൂമി പറയുമ്പം ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ അജയ്. പായസത്തിനകത്ത് കാഞ്ഞിരക്കുരു അരച്ച് ചേർക്കല്ലേടി പാചകക്കാരി. അയ്യോ കാഞ്ഞിരക്കുരു അല്ലേ സാർ, നെല്ലിക്ക. ആദ്യം കഴിക്കും പിന്നെ അത് മധുരിക്കുമെന്ന് നമ്മുടെ ഭൂമി പറയാം. അപ്പം ശരി സാർ എന്നും പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ അംബിക അവിടെ ഇരുന്ന് തൻ്റെ നാടകത്തിൻ്റെ അത് എഴുതുവാണ്, കരഞ്ഞുകൊണ്ടിരുന്ന് എഴുതുക. അപ്പം അങ്ങനെ കരഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ നീ എന്തിനാ എനിക്കിങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അച്ചുവേട്ടാന്ന് ചോദിക്കാം അംബിക. ആവശ്യമുണ്ട്. ഞാനതൊക്കെ ഓർത്തിങ്ങനെ എടുക്കാൻ എന്ത് പാടുപെടുവാണെന്ന് ചോദിച്ചപ്പം നീ എന്തിനാ ഇത്ര പാടുപെടുന്നത്? അതിൻ്റെ ഓർമ്മയല്ലേ എൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നത് എന്ന് അംബികയോട് അച്ചുവേട്ടൻ
ഒരു പ്രാവശ്യം കൂടി ഞാനത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മദ്യപിച്ച് കരൾ രോഗം വന്ന് ഭർത്താവിന് ഭാര്യ കരൾ കൊടുക്കുന്നു. അപ്പം നാട്ടുകാരുടെയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഒക്കെ സഹായത്തോടെയാണ് സർജറി ചെയ്ത് ഭർത്താവിനെ രക്ഷിച്ചെടുക്കുന്നത്. ഒരു തുള്ളി മദ്യം പോലും ഇനി ഉപയോഗിക്കരുതെന്ന് ഡോക്ടർമാർ പ്രത്യേകിച്ചു പറഞ്ഞായിരുന്നു. ആ ഭർത്താവ് ഒരു ദിവസം മദ്യം കഴിച്ചു വരുന്നു. അയാൾ കതകിൽ തട്ടി വിളിക്കുന്നു, ഭാര്യ വാതിൽ തുറക്കുന്നു. ബാക്കി ഡയലോഗ്. അത് പിന്നെ ഡയലോഗ് എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. നീ ഒന്ന് തിരുത്തി തന്നാൽ മതി കേട്ടോ എന്ന് അച്ചേട്ടൻ പറഞ്ഞപ്പം ആദ്യം നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നാടകം കളിക്കാം. ആ സമയത്ത് അവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് അതുവഴി വന്ന ആൾക്കാർ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്ക്. ഇപ്പോൾ പൂക്കുറ്റിയായിട്ട് നിൽക്കുകയാണെന്ന് വന്ന് ചേച്ചി പറയാം. അങ്ങനെ അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ അവരെ രണ്ടുപേരും നാടകം കളിക്കുന്ന നാട്ടുകാർ ഒരു കാര്യം ചെയ്യേ, എന്നും അയാൾക്ക് നിങ്ങൾ മദ്യം മേടിച്ചു കൊടുക്കുക, നമുക്ക് തല്ല് കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ടൊരു ചേച്ചിയും ചേട്ടനും. ആ സമയത്ത് നമ്മുടെ അച്ചോട്ടനകത്തേക്ക് ചെന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ അഭിനയിക്കുമ്പോൾ നാട്ടുകാർ ഓർക്കുന്നത് എന്താ, ഇവർ കള്ള് കുടിച്ച് വഴക്കുണ്ടാക്കുവാന്ന്. അപ്പോൾ ആ സമയത്ത് അച്ചോട്ടൻ ഇങ്ങനെ ജനലിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നോക്കി നിൽക്കുന്ന അച്ചോട്ടൻ കണ്ടപ്പോൾ അതങ്ങ് എടുത്തിട്ടേക്കാന്ന് വിചാരിച്ചാൽ കള്ളുകുടിയൻ്റെ അതേ സ്റ്റൈലിൽ, ആരാടാ നീ, എടാ ഭർത്താവ് നാറേയും, അവളെ വിളിച്ചോണ്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരോട് പറഞ്ഞു. ഇല്ലെങ്കിൽ വെട്ടിക്കൂട്ടി ഞാൻ അടുപ്പിലിടും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ അച്ചേട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ജീവനും കൊണ്ട് ഓടി. എന്താ അച്ചോട്ടെ ഈ പറയുന്നേ, നമ്മളിവിടെ വഴക്കുണ്ടാക്കുകയാണെന്ന് കരുതിയേ അപ്പുറത്തെ അവനും അവളും കൂടെ വന്ന് കേട്ടോണ്ട് നിൽക്കുക, അതുകൊണ്ട് ഞാൻ കൊടുത്തതാ ഒരു ഡോസ് എന്ന് അച്ചുവേട്ടൻ. അതെ, ഒരു 2-3 റിഹേഴ്സൽ കഴിയുമ്പോൾ ഞാൻ ശരിയാകത്തില്ലേ? അച്ചുവേട്ടന് ഒരുവിധമൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട്, ഞാനാ ശരിയാവാത്തതെന്ന് അംബിക പറഞ്ഞപ്പം അത് നീ പറഞ്ഞത് ശരിയാ, ഞാൻ ശരിയാക്കിക്കോളാമെന്ന് അംബിക. ഞാൻ ശരിയാക്കിക്കോളാം, ഓക്കെ എന്നും പറഞ്ഞു രണ്ടുപേരും. ഭാര്യക്കിട്ട് തല്ലുന്ന സീനൊന്നും കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ നടന്നു വരും കേട്ടോ. അതായത് ഒളിഞ്ഞു നോക്കിയവർ. അത് കഴിഞ്ഞ് പിന്നെ സൗഭാഗ്യപുരത്ത് ഭവാനിയും അമ്മയും കൂടി ഇങ്ങനെ നിൽക്കുക. അല്ല ഭവാനി, ഈ ഫാർമസ് ബ്യൂട്ടിക്കൽ കമ്പനിയുടെ കേസിൻ്റെ കാര്യം വക്കീൽ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം 22 വർഷമായി അടഞ്ഞു കിടക്കുകയല്ലേ അമ്മേ, കേസാണെങ്കിൽ സുപ്രീം കോടതിയിൽ. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് ഭവാനി. നഷ്ടപരിഹാരം കൊടുക്കാൻ ഹൈക്കോടതി വിധിച്ചതായിരുന്നു എന്ന് പറഞ്ഞപ്പം വിധി വരട്ടെ, എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയാം. അപ്പം നീ അമ്മയോട് പറഞ്ഞാൽ മതി സംഗീത, ഇതെന്താ മധുവേട്ടൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുക. അപ്പോൾ എന്താ ഇവിടെ സംഗീതേ എന്ന് അമ്മ ചോദിക്കും. മാധവേട്ടൻ എന്താ അമ്മയോട് പറയാനുണ്ടെന്ന്. അപ്പോൾ എന്താ മാധവ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അത് സംഗീത പറയൂ അമ്മേ, മാധവേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പന്ത് കളിക്കാൻ വന്നതാണോ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട്? എന്താ കാര്യമെന്ന് വെച്ചൊന്ന് തുറന്ന് പറയണ്ട മാധവ. അത് പിന്നെ അമ്മേ, അതുണ്ടല്ലോ റബ്ബറിനിപ്പോൾ കാര്യമായിട്ടുള്ള വിലയൊന്നുമില്ല, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് 25 ഏക്കർ അങ്ങോട്ട് കൊടുത്താലോ എന്ന് ചോദിച്ചു. എന്നിട്ടോ ഇപ്പോൾ സ്വർണം വാങ്ങാം, അതാകുമ്പോൾ എന്നാൽ പിന്നെ എന്തിനാ കുറച്ചാക്കുന്നേ, മൊത്തം അങ്ങ് കൊടുത്തേക്കാം. എന്താ ടയർ ഫാക്ടറി ഉണ്ട്, അതും അങ്ങ് കൊടുത്തേക്കാം, അപ്പം അതിന് സ്വർണം വാങ്ങാമെന്ന് മാധവൻ. അപ്പം ഇനി നിനക്ക് ഇവിടെ നിന്ന് സുഖിക്കാം, ഒരു പണി എടുക്കണ്ട അല്ലേ എന്ന് അമ്മ ചോദിക്കുന്നു. മാധവ, എസ്റ്റേറ്റിലും ഫാക്ടറിയിലും ഒക്കെ എത്ര പേരാ പണിയെടുക്കുന്നത്, അവരുടെ കുടുംബം കഴിയുന്നത് അതുകൊണ്ടാണെന്ന് അമ്മ അന്നേരം മാധവനോട് പറയണം. അതറിയുമ്പോഴുള്ള ഒരു സുഖമേ സ്വർണം കൊണ്ട് ലോക്കറിൽ വെച്ചാൽ കിട്ടത്തില്ലടാ മോനെ. മേലാൽ ഇത്ര വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് വരുന്നു. ഭൂമിയെ കണ്ടപ്പോഴത്തേക്കും ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയാണ് ഭവാനി. ഇവളെന്തിന് ഈ നേരത്തെ ഇങ്ങോട്ട് കെട്ടിക്കയറി വരുന്നത്, ഇവളുടെ ഈ വരവ് അപകടകരമാണെന്ന് ഭവാനി മനസ്സുകൊണ്ട് ചിന്തിക്കാം. ആ സമയത്ത് ഭൂമി അങ്ങോട്ടേക്ക് കയറി വന്നു. ഭൂമിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അവരെല്ലാവരും. ഞാൻ വന്നത് ബുദ്ധിമുട്ടായ മുത്തശ്ശി എന്ന് ചോദിക്കും. ഇത് മോളുടെ കൂടെ വീടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കും. അത് കേട്ടപ്പോൾ ഭവാനിക്ക് അങ്ങോട്ട് രക്തം തിളച്ചു വരുന്നു. ഭവാനി പുറകോട്ട് നിൽക്കുന്നു, ഇവരും അങ്ങ് ചെല്ലുകയും ചെയ്തു. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കാലത്തോട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഭൂമി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കാം. അപ്പോൾ കാണാനേ ഇല്ലല്ലോ, അപ്പോൾ തിരക്കുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞു. കച്ചവടമൊക്കെ കുശാലായിട്ട് പോകുന്നുണ്ടോ? അമ്മേ, ഭൂമിയുടെ കടയിൽ ബോർഡ് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ സന്തോഷം എൻ്റെ ലാഭം. കൊള്ളാം, നാട്ടുകാരുടെ സന്തോഷം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അവരുടെ സന്തോഷം കണ്ട വയറ് നിറയും മുത്തശ്ശി എന്ന് നമ്മുടെ ഭൂമി പറയാം. ഇതൊക്കെ ഭവാനി കേട്ടിട്ട് കലി കയറി നിൽക്കാം. മാധവ കണ്ടോടാ, കണ്ടു പഠിക്കണം എന്ന് മാധവനോട് അന്നേരത്തേക്ക് നമ്മുടെ അമ്മ എന്നും പറഞ്ഞ് മാധവൻ ഇങ്ങനെ ചമ്മ നിൽക്കുക. അല്ല ഭവാനി, ഭൂമി അറിയില്ലേ എന്ന് ചോദിച്ചപ്പം അറിയാമേ, പിന്നെന്താ നീ സംസാരിക്കാത്തത്? അപ്പം സുഖമല്ലേ ഭൂമി? സുഖം മേഡം. പിന്നെ അതെ മുത്തശ്ശി, ഞാൻ വന്നതേ പറയാമോ എന്നറിയില്ല. അതെന്താ, പറയാലോ, നീ പറഞ്ഞോളാൻ പറഞ്ഞു.
നാളെ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട്, ഫാദേഴ്സ് ഡേ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നിൽക്കുക ഭവാനി, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ തലയൊക്കെ ആയിട്ട് നിൽക്കുന്നു നമ്മുടെ മുത്തശ്ശി. അച്ഛൻ്റെ ആഗ്രഹമാണ് ഈ കുടുംബത്തിലെ എല്ലാവരും വരണമെന്നുള്ളത്. ആ സമയത്ത് അതെന്ത് ഫംഗ്ഷനാ, ഇതിലെന്തോ ഉണ്ടല്ലോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ വരാം മോളെ, തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞപ്പം വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഭൂമി എല്ലാവരും വിളിച്ചപ്പം ഭവാനിയുടെ നേരെ ഭൂമി നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് പിന്നെ ഭൂമി, സത്യനെ കൂടി വിളിക്കണം കേട്ടോ, അവന് നിന്നോടൊരു പ്രത്യേക സ്നേഹമാണെന്ന കാര്യം മുത്തശ്ശി പറയാം. അറിയാമെന്ന് ഭൂമി പറഞ്ഞു. എന്നും പറഞ്ഞ് ഭവാനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ അവൻ്റെ മോളാണെന്നൊക്കെ അവൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് ഭയങ്കര സന്തോഷമായി. ഭവാനി കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നോക്കുക, സത്യമാണല്ലോ. അപ്പോൾ എന്നാൽ ഞാനങ്ങോട്ട്, അയ്യോ പോവുകയാണോ മോള്, എന്തെങ്കിലും ചായ മറ്റോ കുടിച്ചിട്ട് പോയാൽ പോരേന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശി നിർബന്ധിച്ച് നിർത്തി. അപ്പോൾ എന്തിനായിരിക്കും ഇപ്പം ഇങ്ങനെ ഒരു വിരുത്, സൗഭാഗ്യപുരത്തുള്ള എല്ലാവരെയും ക്ഷണിക്കണമെന്നാണ് അച്യുതൻ പറഞ്ഞിരിക്കുന്നത്. അതിലെന്തോ ഉണ്ടല്ലോ. തൊട്ടടുത്ത നിമിഷം ആ കൊലയാളിയെ ഫോണിൽ വിളിക്കുകയാണ്, കിട്ടുന്നില്ല. ഭവാനി ഫോൺ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞു പിന്നെയും കാണിക്കുന്ന അച്യുതനെയും അംബികയാണ്. അവരിരുന്ന് കരച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും മോള് നമ്മളെ വിട്ടിട്ട് പോവില്ലെന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അങ്ങനെ അച്ചേട്ടനും അതുപോലെ അംബികയും കൂടി ഭൂമി പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നീ ഇങ്ങനെയൊന്നും പറയരുത് അംബിക, ഇവിടെ ഇപ്പോൾ പ്രധാനം മോളുടെ സുരക്ഷിതത്വമാണെന്ന് പറഞ്ഞപ്പം എനിക്ക് എല്ലാം പ്രധാനമല്ലേ അച്ചേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് അംബിക പറയാം. അച്ചേട്ടാ ദേ ഭൂമി എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഭൂമിയെ കൊല്ലാൻ ഏൽപ്പിച്ച സ്ത്രീ ആരാണെന്ന് അച്ചേട്ടൻ അറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ദേ അംബിക ഓരോന്ന് ചോദിക്കുന്നു. പക്ഷേ അച്ചേട്ടൻ ഒന്നും വിട്ടു പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി സത്യൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ സത്യൻ അവിടെ കള്ളു കുടിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഭൂമിയെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുക, ഭൂമി കാണാതെ. അപ്പോൾ എനിക്ക് വരണം ഒഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ഇങ്ങനെ സത്യൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനോഗ്രേഷൻ സാർ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം കള്ളും കഞ്ചാവും ഒക്കെ വേട്ടയാടി ശിക്ഷ വാങ്ങിക്കൊടുത്ത് റിട്ടയർഡ് XP സത്യദാസ് സാറാണ് എന്നെ മദ്യപിക്കാൻ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വെയിറ്റൊക്കെ എനിക്ക് ഉണ്ടാവുമല്ലോ. ഒഴുക്കി സാറേ. അപ്പോൾ അല്ല, അത് ഇപ്പോൾ അമ്മ ഇതൊക്കെയാണ് പറയുന്നതെന്നും എൻ്റെ ദുഃഖം അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം അത് എനിക്കും അറിയാവുന്ന കാര്യമല്ലേ. ഭാര്യയും മകളെയും കാണാനില്ല, അതല്ലേ. അപ്പോൾ അതേ സത്യൻ്റെ മുഖം അങ്ങ് വല്ലാതായി. എല്ലാ മദ്യപാനികളും മദ്യത്തിൻ്റെ പുറത്താണ് എല്ലാ ദുഃഖവും എടുത്തങ്ങ് വെക്കുന്നത്. ചിലർ പറയും മദ്യപാനികൾ ഉള്ളത് കൊണ്ടാണ് സർക്കാർ നിലനിന്ന് പോകുന്നതെന്ന്. മനുഷ്യരെ മാരക രോഗികളാക്കിയിട്ടുള്ള ആൾക്കാരാണ് സർക്കാർ. എന്തിനാ സാറേ ആ സർക്കാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക ഭൂമി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇല്ല സാറിനെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നാളെ ഭാര്യയും മകളും മടങ്ങി വരുന്നു. അവർക്ക് സാറ് നൽകാൻ പോകുന്നതേ ചിലപ്പോൾ കരൾ രോഗം വന്ന് മരിക്കാൻ പോകുന്ന അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണോ സാർ എന്നിങ്ങനെ ഭൂമി ഇദ്ദേഹത്തിനോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ശരിയാ നീ പറഞ്ഞത്, എൻ്റെ ആരോഗ്യത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുന്ന ഭൂമി, സത്യത്തിൽ നീ എൻ്റെ ആരാ എന്ന് അദ്ദേഹം ചോദിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ജന്മം ഞാൻ സാറിൻ്റെ മകളായിരുന്നായിരിക്കാമെന്ന് ഭൂമി അന്നേരം സത്യനോട് പറയുന്നു. അങ്ങനെ സത്യനിത് കേട്ട് ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.